ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ജലദോഷം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം S23 Ultra എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ച് നമുക്ക് ചന്ദ്രനെ വരെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ S23 സീരീസിലെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള S23 സ്മാർട്ട് ഫോണ് ഇതേപോലെ സൂം ചെയ്ത് ചന്ദ്രനെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുമോ? ആൻഡ് ഇത്രയും വലിയ പലകയും 5000 mAh ബാറ്ററി ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ ഇവിടെ ഇരിക്കുമ്പോൾ S22 ആൾക്കാർ മടുത്തിരിക്കുന്ന ബാറ്ററി ലൈഫ് ആയിരുന്നു. ആൻഡ് ഇക്കൊല്ലവും അതേ കുട്ടി സൈസാണ്. ബാറ്ററി ലൈഫ് കൊള്ളാവോ? ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം ഇന്നത്തെ വീഡിയോ പറയാം. ഈ കാണുന്ന രണ്ട് ബോക്സുകൾ കണ്ടില്ലേ? ഇത് S23 Ultra'യുടെ, ഇത് S23യുടെ സെയിം ബോക്സാണ്. ഇതേ സൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ മറ്റേത് പറഞ്ഞില്ലേ, റീസൈക്കിൾഡ് പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ബോക്സ് ആണെന്ന്. ആസ് യൂഷ്വൽ ബോക്സിനകത്ത് ഫോണ്, Type-C to Type-C കേബിൾ, പേപ്പർ വർക്ക്സ്, സിം എജക്ടർ ടൂൾ. എൻ്റെ കയ്യിലുള്ളത് 8GB റാമും 128GB സ്റ്റോറേജ് ഉള്ള ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് കയ്യിലെടുത്തുകൊണ്ടല്ലോ, എന്താണെന്നറിയില്ല, ഞാൻ വലിയൊരു സ്മാർട്ട് ഫോൺ ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലെടുത്തപ്പോൾ കറക്റ്റ് എൻ്റെ കൈക്ക് പറ്റിയ സൈസായിട്ട്, അതായത് ആ ഒരു കർവിനെസ്സും ആ ഒരു വെയിറ്റും, ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് വെയിറ്റുള്ളൊരു പ്രീമിയം ഗ്ലാസിൻ്റെ പലക. ഈവൻ സൈഡിൽ കാണുന്ന ആർമർ അലുമിനിയം ഫ്രെയിമാണ് കേട്ടോ S23 Ultra'യിലുള്ള അതേപോലെ. ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും പ്രൊട്ടക്ഷൻ പറയണ്ട, ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് 2. ഒരു കാര്യം ഞാൻ പറയും, ഈ ക്രീം കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ഗോൾഡൻ ആക്സെൻ്റ് ഒക്കെ വെച്ച് ഇപ്രാവശ്യം S22 വെച്ചിട്ട് ഈ ഒരു ബാക്ക് പാനലിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ S22യുടെ കേസിൽ ഇതിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം, വോളിയം ബട്ടൻ്റെ പ്ലേസ്മെൻറ്റും മാറിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഫുൾ HD+ ആയിട്ടുള്ള ഒരു ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്. 1750 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സിൽ പോകും. അതായത് S23 Ultra'യിൽ കിട്ടുന്ന അതേ പീക്ക് ബ്രൈറ്റ്നസ് ഈ സ്മാർട്ട് ഫോണിലും കിട്ടുന്നുണ്ട് എന്നുള്ളത്. പ്ലസ് 120 Hz എന്ന് പറയുന്ന ഒരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. 48 Hz തൊട്ട് 120 Hz വരെയും ഈ ഒരു സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ആൻഡ് വണ്ടർഫുൾ ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്, ഒന്നും പറയാനില്ല. ബൈ ദ വേ, ഡിസ്പ്ലേ കഴിഞ്ഞ കൊല്ലത്തെ പോലെ സെയിം ആണ്. ബ്രൈറ്റ്നസ് മാത്രമേ കൂടിയിട്ടുള്ളൂ. എങ്കിൽ പോലും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബാക്കിലെ ക്യാമറ, പ്രൈമറി ക്യാമറ 50 മെഗാപിക്സലിലെയാണ്. ക്യാമറയിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ കുറച്ച് ചെറുപറാ ഫോട്ടോസ് കാണിച്ചു തരാം. നിങ്ങൾ ഓരോ ഫോട്ടോസും നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം, S23 എടുത്തതാണ്, ബേസ് വേരിയൻ്റ് ആണ്, അൾട്ര അല്ല, അതിലെടുക്കുന്ന ഫോട്ടോസാണ് ഈ കാണുന്നത് എന്ന് ഓർത്ത് നിങ്ങൾ ഈ ഒരു ഫോട്ടോസ് കാണുക. എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്തും നിങ്ങൾക്ക് എക്സ്പേർട്ട് റോ മോഡ് കിട്ടുന്നുണ്ട്. S23 Ultra'യിലൊക്കെ കിട്ടിയ പോലെ തന്നെ നിങ്ങൾക്ക് റോ ഫോട്ടോസ് എടുക്കണമെങ്കിൽ, 50 മെഗാപിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ ആ ഒരു കാര്യമുണ്ട്. പ്ലസ് വീഡിയോഗ്രാഫി അപാരമാണ്, ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്തിന് ഈ മോഡലിൽ നിങ്ങൾക്ക് 8Kയിൽ 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. ശരിക്കും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് ഗാലക്സി S23യിലെ പ്രൈമറി ക്യാമറയിൽ 8K 30 FPSലാണ്. ആൻഡ് എൻ്റെ കയ്യിലിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ സാംസങ് ഗാലക്സി S22+ ആണ്. ആൻഡ് വേറൊരു കാര്യം, S23 സീരീസ് ഇറങ്ങിയ ഉടനെ തന്നെ S22 സീരീസിൻ്റെ വില വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. സോ S22 സീരീസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ വ്യൂ പ്രൊഡക്ട്സ് S22 സീരീസ് എല്ലാം ടാഗ് ചെയ്ത് വെക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളൊരു 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഫോട്ടോസ് നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് ഫോട്ടോസ് കണ്ടോളൂ. ഇതും എടുത്തിരിക്കുന്നത് S23യിലാണ്. ഇതിൻ്റെ 3 times ഒപ്റ്റിക്കൽ സൂമുള്ള ഈ ഒരു ടെലിഫോട്ടോ ക്യാമറയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, S23 Ultra'യിലാണോ അത് S23യിലാണോ എടുത്തതെന്ന് വ്യത്യാസം പോലും പറയാൻ പറ്റാത്തത്രയും കിടിലമായിട്ടുണ്ട് ഇപ്രാവശ്യം. എഡ്ജ് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, കളർ റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ആ ഒരു ലൈറ്റിംഗ് ആയിക്കോട്ടെ, ഒരു രക്ഷയില്ല. ആൻഡ് വീഡിയോയുടെ ആദ്യം ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യം, ഈ ഒരു S23 Ultra'യിലെ പോലെ ചന്ദ്രനെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. അതെ, ഈ ഫോട്ടോ S23യിലെടുത്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോ S23 Ultra'യിലെടുത്താണ്. സോ ഇത്തരത്തിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഫോണിൽ നിങ്ങൾക്ക് ചന്ദ്രൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അതൊക്കെ നിൽക്കട്ടെ ചേട്ടാ, ഈ സാധനത്തിൻ്റെ ബാറ്ററി നിൽക്കുമോ? കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 200 mAh കൂടുതലാണ്. 3900 mAhൻ്റെ ബാറ്ററിയാണ്. കഴിഞ്ഞ കൊല്ലം 3700 ഉണ്ടായുള്ളൂ. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അത്യാവശ്യം ഈ ഒരു ബാറ്ററി സൈസിന് കൊള്ളാവുന്ന ഫാസ്റ്റ് ചാർജിങ് ആണ്. ബാറ്ററി ലൈഫിന് എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഈ ഫോൺ കിട്ടി ഏകദേശം ഒരാഴ്ച ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇവൻറ്റിന് പോയിട്ടുണ്ടായി. സോ അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫോണിന് ചാർജ് ഉണ്ടായില്ല. ഒരു 40-50% ഉണ്ടായുള്ളൂ. സോ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് അവിടെ ഞാൻ പ്ലഗിൽ കുത്തി ഇത് ഫുൾ ചാർജ് ആക്കിയായിരുന്നു. അതിന് ശേഷമാണ് ഫ്ലൈറ്റിൽ കയറിയത്. പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി, ക്യാബിൽ കയറി, പോകുന്ന വഴിക്കൊക്കെ വീഡിയോസ് എടുത്തു. അതിനുശേഷം ഹോട്ടലിൽ പോയി, അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ച് നേരെ ഇവൻറ്റിൻ്റെ അവിടെ പോയി, ഇവൻറ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് മാപ്പും ഗൂഗിൾ ചപ്പും ഞവറും എല്ലാം നോക്കി. അന്ന് രാത്രി 10:30 ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് 13% ബാറ്ററി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. യെസ്, ഇതിനകത്ത്
സോ എൻ്റെ ഒരാഴ്ചത്തെ അനുഭവം വെച്ച് ഒരു 1 day ബാറ്ററി ലൈഫ് ഒരു നോർമൽ യൂസിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പുതിയ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗണിൻ്റെ Gen 2 ഫോർ ഗാലക്സി അഥവാ ഗാലക്സി സ്മാർട്ട് ഫോൺസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത് അവരുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്നാപ്ഡ്രാഗൺ Gen 2 ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. S23 അൾട്രയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ ഒരു കിഡിലും പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് S23 ബേസ് വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നോർമൽ പ്രോസസ്സിങ്ങിലായിക്കോട്ടെ യാതൊരു ലാഗും ഇല്ല. ഒരേ ഒരു ലാഗ് എന്ന് പറയുന്നത് ഷട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ ലാഗാണ്, അല്ലാതെ യാതൊരു ലാഗും ഇല്ല. പ്ലസ് ഇതിനകത്ത് 1 UI 5 ആണ് Android 13 ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഗാലറിയിൽ നിന്ന് നമ്മൾ ഞെക്കി പിടിച്ച് കട്ടൗട്ട് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 വർഷത്തെ OS അപ്ഡേറ്റ്സ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം വിട്ടു. ഇക്കൊല്ലം ഫ്രണ്ട് ക്യാമറയിൽ 12 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ആൻഡ് സെൽഫീസ് ആർ ഓസം. ഒരു രക്ഷയില്ലാത്ത സെൽഫീസ് ആണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ സെൽഫീസ് കണ്ടു നോക്കി. ഈവൻ ബൊക്കേസ് ആയിക്കോട്ടെ, ഹെയർ ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, പറയാനില്ല ഒന്നും. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ബേസ് മോഡൽ, അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 74,999 ആണ്. പിന്നെ 8GB 256GB ഉണ്ട്, അത് 79,999 ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു പ്രൈസ് പോയിന്റ് പ്ലസ് എന്തോ 8,000 എന്തോ ഇൻട്രൊഡക്ടറി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പ്രൈസ് പോയിന്റിൽ വർത്ത് ആണെന്ന് ചോദിച്ചാൽ സ്മാർട്ട് ഫോൺ ഈസ് ഓസം. അതായത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ 75,000 രൂപ എടുത്ത് എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണമെന്ന് പറയില്ല. കാരണം കുറച്ച് ആൾ കഴിയുമ്പോഴേക്കും സെയിൽ വരുമ്പോൾ പ്രൈസ് കുറയുന്ന 100% നമുക്ക് ഉറപ്പാണ്. ആ ഒരു സമയത്ത് എടുത്താൽ അതിലും വർത്താണ്. ഇപ്പോൾ എടുക്കുവാണെങ്കിലും റിഗ്രറ്റ് ഒന്നുമില്ല. പഴയ S22 ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് ഇതെടുത്തു, യാതൊരു കുഴപ്പമില്ല. ശരിയാണ്, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണില്ല എങ്കിലും ഈ ചെറിയ ചെറിയ ഇൻക്രിമെൻ്റൽ മാറ്റങ്ങൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു കാര്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ആയിക്കോട്ടെ, ഗെയിംസ് കളിക്കുമ്പോൾ ആയിക്കോട്ടെ, ഹീറ്റിങ്ങിന് കാരണം ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഈവൻ ഒരു റെസിസ്റ്റൻസിൻ്റെ കാര്യം, കൊല്ല ഗ്ലാസ്, മാർമഡ് അലുമിനിയവും, ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി കാഴ്ചയിൽ ഡിസൈൻ വൈസ് ചെറിയൊരു അപ്ഗ്രേഡ് ആണെങ്കിലും ആക്ച്വലി ഇൻറ്റേർണൽസിൽ വലിയൊരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബൈ ദ വേ, S23 അൾട്രയുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് കണ്ടിട്ടില്ല എങ്കിൽ ഇത് ഇവിടെയുണ്ട്. ആൻഡ് ഈ 2 ഫോണിൻ്റെയും ലോഞ്ച് ഇവൻറ്റിന് ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ലൈവ് കവറേജും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നമ്മൾക്കിനി അവിടെ കാണാം.